ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി എറണാകുളത്തേക്ക് പോകണ്ട. അങ്ങനെ നമ്മൾ വൈറ്റ് ലബി വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വേണം നമുക്ക് ഹോസ്റ്റൽ കണ്ടുപിടിക്കാൻ. അങ്ങനെ നമ്മൾ കടവന്തറിലെത്തിയിട്ട് റൂമിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചയുണ്ടത് ആ ചുമരുമ കാണുന്നതൊന്നും ഡിസൈൻ ഇല്ല, പകരം മൂട്ടയൊക്കെ ഒന്നിട്ട് ചോര തേമ്പി വെച്ചേക്കണേണ്ട. ഉടനെ നമ്മൾ വേറെ റൂം എടുത്ത് അവിടെ പിന്നെ ചോരക്കാരൊന്നും കാണാത്തോണ്ട് നമ്മളെല്ലാവരും ഹാപ്പി ആയി. കണ്ടില്ലേ? ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോട്ടെ. ഈ കാണുന്ന കുറുവാസംഘമായിട്ട് നമ്മൾ കഴിച്ചത് ഒരു കുഴിമന്തി കടയിലോട്ടാണ്ടാ. പക്ഷേ കുഴിമന്തി കഴിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പൊറോട്ടയും മുട്ടക്കറി പറഞ്ഞിട്ടാ. വലിയ രസമൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് കഴിച്ചിലാക്കിട്ടാ. ഇനി പിറ്റേ ദിവസം നമ്മൾ ഇന്റേൺഷിപ്പിന് വേണ്ടി കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മളെ കമ്പനി. GTSL എന്ന് പറഞ്ഞ ഒരു ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയാണ്ടാ. കണ്ടാലൊരു വീട് പോലൊക്കെ തോന്നുമെങ്കിലും ഇതാണ് ഞങ്ങളുടെ കമ്പനി. ഞങ്ങളെല്ലാവരും വളരെയധികം ആകാംക്ഷയിലാണ്. നമ്മളെങ്ങനെയാണ് നമ്മളെ ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മളെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദിവന്റെ വന്ന് കയറിയപ്പോൾ തന്നെ പടമൊക്കെ വരച്ചിരിക്കേണ്ട. അങ്ങനെ ഇന്നത്തെ ഓഫീസ് ദിവസം നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചിട്ട് നമ്മൾ തക്കാളിപുറത്ത് നിന്ന് ഇരിക്കേണ്ട. അങ്ങനെ നൈറ്റ് ആയപ്പോൾ നമ്മൾ സ്റ്റുഡിയോ പോയി ഞാനാണെങ്കിൽ ഒരു ചെരുപ്പ് എടുത്തിട്ട് ഇവന്മാരുടെ ടീഷർട്ടും ഷർട്ടും കിട്ടു നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ചായയും പപ്സും കഴിക്കാൻ വന്നേക്കേണ്ട. അപ്പൊ ഇന്നത്തെ പരിപാടി ഇങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം വെള്ളയപ്പം കാടിവെള്ളവും കൊടുത്ത് ഒരു കുറുമക്കറിയും കഴിച്ച് ഇന്നത്തെ ദിവസം തുടങ്ങിയിട്ടാ. പിന്നെ ഈ പൊരിഞ്ഞ വെയിലത്ത് ഞങ്ങൾ കമ്പനിയിലോട്ട് നടന്നു പോവേണ്ട. അങ്ങനെ നമ്മൾ കമ്പനി എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ലേശം പഠിക്കട്ടെ. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ ഞങ്ങൾ റൂമിലെത്തിയിട്ട് ഞങ്ങൾ ഇനി കുപ്പി കൊണ്ട് ഭാവി പ്രവചിച്ച് കളിക്കേണ്ട. അവന്റെ അത് നിപ്പണ്ടില്ല, അവന്റെ ഭാവി പോയി. പക്ഷെ ഇവന്റെ ഭാവി സേഫ് ആയിട്ടാ. അങ്ങനെ ആ സന്തോഷത്തിൽ ഒരു 10 രൂപ ചായ കുടിക്കാൻ വേണ്ടി ഒരു 10 കിലോമീറ്റർ നടക്കേണ്ട. ഫൈനലി ഒരു ചായക്കട കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് ചായയും സ്വീറ്റ് പൊറോട്ടയും പിന്നെ ഈ സാധനമൊക്കെ കഴിച്ചിട്ട് ഹൗ ഇപ്പോഴൊരു എനർജി ആയേ. അപ്പതേ പിന്നെ ഡ്രസ്സോടയിലോട്ട് എന്റെ പൊന്നു. ഇവിടെ നമ്മൾ ചെളി പുരണ്ട ഒരു ജീൻസ് കാണാൻ ഇടയി. ഹൗ ഇവിടുത്തെ പിള്ളേരുടെ ഒരു ഫാഷനേ. ഇതിന്റെ ഇടയിൽ എന്റെ കൈ പൊട്ടി പിരിയാനോ ടീഷർട്ട് എടുത്തിട്ടാ. പിന്നെ ഞങ്ങൾ റൂമിൽ പോയി ലുഡോ ഒക്കെ കളിച്ച് ഇവൻ തോറ്റോണ്ട് ബാഗ് എടുത്ത് റൂമിൽ വിട്ട് ഇറങ്ങേണ്ട. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം നമ്മൾ കമ്പനി ആയിട്ട് നേരെ മെട്രോ സ്റ്റേഷനിൽ വന്നേക്കേണ്ട. മെട്രോ കയറി നമ്മൾ നേരെ ചെന്നിറങ്ങിയത് സെൻട്രൽ സ്ക്വയർ മാളിലോട്ടാണ്ടാ. ഇവിടെ നമ്മൾ ഒരാളെ കണ്ട് എന്താ മോനെ എന്റെ പടം കാണുന്നു ബറോസ് നല്ല പടം. ജനുവരി ടു മാർച്ചിനിടയിലുള്ള വ്ളോഗാണ്. എന്തായാലും സിനിമ കാണാനില്ല, പകരം കുഴിമന്തി കഴിക്കാൻ പോയാലോ. പിന്നെ നോക്കില്ല MG റോഡിലെ ഗ്രാൻഡ് ഗ്രിൽ എന്ന ഹോട്ടലിൽ കയറി നല്ല കിടുക്കാച്ച് കലക്കാച്ച് മന്തി എന്ന് പറഞ്ഞു. നല്ല കിടുക്കാച്ച് മന്തിയായിരുന്നു. എല്ലാം ഞാൻ പറ്റുമെങ്കിൽ അതൊന്ന് ഞാനേ. ശേഷം നമ്മുടെ ലൈമെ കുറിച്ചിട്ട് നമ്മൾ നേരെ നമ്മളെ കൂട്ടുകാരന്മാരുടെ റൂമിലൊക്കെ ഇട്ടിട്ട് അവർ നമ്മൾ യൂനൊക്കെ കളിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ കളഞ്ഞിട്ടാ. ശേഷം പിറ്റേ ദിവസം എന്റെ ഈ കൈ കണ്ട ഈ കൊതുതറ പട്ടികൾ കടിച്ചതന്നെ. ആ കൊതുവിനെ നമ്മളങ്ങ് കൊന്ന് കത്തിച്ച് ആ സന്തോഷത്തിൽ നമ്മൾ ലസീം പതാബിൽക്കും മടക്കാൻ പോയി. കൊള്ളാമല്ല. ഇനി നമ്മൾ നേരെ പെട്രോൾ അടിച്ചിട്ട് നേരെ ഫോറം മാളിലോട്ട് പോകണ്ട. ഫോറം മാളിലാണെങ്കിൽ വൺ ഷോക. അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് സിനിമ കാണാൻ വേണ്ടി ലുലു മാളിൽ പോയി. കണ്ടില്ലേ KGF ആണത്. തൂഫാൻ ഇടിമിന്നലിന് തുളയിട്ടവരെ. ഇവനെന്തോ കാര്യമായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും വാങ്ങൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ പിന്നെ നേരെ പോയത് പറവട്ടയിലോട്ടാണ്. അവിടെ ചെന്നപ്പോൾ ബനിയനൊക്കെ തലങ്ങി ഒറ്റത്തെ പുള്ളപ്പടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചായ കുടിച്ച് പിറ്റേ ദിവസം ജുമക്ക് പോകണേ. നമ്മളെ മമ്മൂക്കൊക്കെ വരുന്ന പള്ളിയാണ്. നമ്മൾ മമ്മൂക്കാടെ വണ്ടിയാണ് ഇത് കിടക്കുന്നത്. അങ്ങനെ ഒരു മാസം പൂർത്തീകരിച്ച് നമ്മൾ ഈ മെനകെട്ട ഹോസ്റ്റലിലോട്ട് ഇറങ്ങേണ്ട. ഇതാണ്ട് നമ്മളെ പുതിയ PG റൂം. ഇതെന്താ സ്വർഗോ. ഇത്രയും നാളും കാടിവെള്ളവും ചപ്പാത്തിയൊക്കെയാണ്. ഇപ്പോഴാണ്ട് മര്യാദക്കുള്ള ഒരു ഫുഡ് കണ്ടേ. ഇപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം കമ്പനി പോയി വന്നൊരു ചായ കുടിക്കാൻ വന്നേക്കേണ്ട. പിന്നെ ഞങ്ങൾ പാതിരാത്രി 3 മണിക്ക് നൈറ്റ് ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടി വണ്ടി എടുത്ത് അങ്ങ് ഇറങ്ങി. പിന്നെ നിർത്തിയത് ഒരു ചായക്കടയുടെ ഫ്രണ്ടിൽ. ഇപ്പൊ സമയം 4:30 ആയിരിക്കുന്നു. ഇവിടുന്ന് ഒരു ചായയും ഒരു സമൂസയും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ സുബൈ ബാങ്ക് കൊടുത്തപ്പോൾ പോയി നിസ്കരിച്ച്. പിറ്റേ ദിവസം എന്താണെന്നറിയില്ല ഞങ്ങൾ കൂട്ടുകാരൻ്റെ വണ്ടി പെട്രോൾ ഇറന്നു. ഇനി ഇവന്റെ വണ്ടി ഞങ്ങൾ ഇന്നലെ എടുത്ത് 10-20 കിലോമീറ്റർ കറങ്ങിയോണ്ടാണോ. നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ പോയി ഒരു ചായ പിന്നെ ഒരു ഷവർമയും പഠിച്ചു. എന്റെ മോനെ നല്ല കിടിലൻ ഷവർമ ഇട്ടാ. പിന്നെ ഞങ്ങൾ നാട്ടിൽ പോകണമെങ്കിൽ പറൂരല്ല വൈദ്യരെ കാതാരിമോട്ട് അയച്ചു. ഇതിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ. നല്ല കിടിലൻ കെടുക്കാച്ച സാധനം. അങ്ങനെ ഇവിടുന്ന് ഒരു സർവത്തും പഠിച്ച് നേരെ നാട്ടിലോട്ട് പോയി. നാട്ടിൽ ചെന്നപ്പോൾ തന്നെ രാവിലെ തണുത്ത് വർഷോട്ട് നമ്മൾ ഒരു ചായ കുടിക്കാൻ പോകേണ്ട. പിന്നെ നമ്മൾ നേരെ മുസ്ലിം ബീച്ചിലോട്ട്. ഇവിടുത്തെ രാവിലെ എന്തൊക്കെ പറഞ്ഞാൽ കിടിലുമാണ്. പിന്നെ എനിക്ക് റീൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരനെ വീട്ടിൽ പോയി. ഇതാണ്ട് എന്റെ കൂട്ടുകാരന്റെ വീട് തന്നെ നമ്മുടെ ലൊക്കേഷൻ. ഇത് വേറൊരു കൂട്ടുകാരൻ. ഇവൻ അഭ്യാസിയാണ്. ഇവർ തോക്കുമ്പോൾ നമുക്ക് വെടി വെച്ച് കൊന്നാലാ. ഇതാണ്ട് നമ്മളെ ആക്ടേഴ്സ്. ഇതാണ്ട് നമ്മൾ ഡയറക്ടർ. ഞാനൊക്കെ ഇവിടെ ചത്തേക്കാണ് അഭിനയിക്കുന്നത്. ഇതാണ്ട് നമ്മളെ ആക്ടർ വിത്ത് ലേറ്റ് മാൻ. പിന്നെ നമ്മൾ നേരെ വീണ്ടും എറണാകുളത്തേക്ക് പോയത്. ഇതാണ്ട് നമ്മളെ റൂമിന്റെ മോർണിംഗ് വ്യൂ. ഇതേ നമ്മൾ പോക്കറ്റ് ഷവർമയും കഴിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ പോണെങ്കിൽ ഒരു ബോക്സിംഗ് ജിം ഒക്കെ കണ്ടിട്ടാ. ഇവിടെ മസിൽ ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ പറഞ്ഞു അതിന് ആദ്യം നീയൊക്കെ പൈസ പൊട്ടിക്കണം. പൊട്ടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വണ്ടിയുടെ ആക്സിലേറ്റർ കേബിൾ അങ്ങ് പൊട്ടിച്ച്. അങ്ങനെ പൊട്ടിക്കണം. ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ കൂട്ടുകാർ വരികയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ആ വണ്ടി ഞങ്ങൾ വർഷാപ്പിലാക്കി. ഞങ്ങൾ അങ്ങനെ വെയിലത്ത് നടന്നു പോവുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ വണ്ടി ശരിയാക്കി നമ്മൾ നേരെ പോയത് ലുലു മാളിലോട്ട്. അവിടെ ചെന്ന് ബർഗർ കിങ് ഒരു കിടിലം ബർഗർ കഴിച്ചു. കിടിലം. പിന്നെ നൈറ്റ് ആയപ്പോൾ ചാർക്കോളിക്ക് ഒരു മെനകെട്ട മന്തി കഴിച്ചു. അപ്പോഴത്തേക്ക് പിറ്റേ ദിവസം നമ്മൾ അടുത്ത വണ്ടിയും ചെയ്ത് അത് ശരിയാക്കിയിട്ട് നമ്മൾ നേരെ പോയത് മറൈൻ ഡ്രൈവിലോട്ട്. ഇവിടെ ചെന്നപ്പോൾ പൂരടി വീഡിയോ എടുക്കാണ്ട പണ്ട റോൾ അടിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ കയ്യിൽ നിന്ന് പോയി പാവം. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ തട്ടുകാരുടെ ഫ്രണ്ടിൽ എത്തിയേക്കുന്നത്. ഇവിടെ നമ്മൾ എഗ് പൊറോട്ട റോൾ കഴിച്ചിട്ടാ. കിടിലം. പിന്നെ പോണേക്ക് ഇത്തിരി കപ്പലണ്ടി കഴിച്ചിട്ടാ. പിന്നെ കുറച്ചേക്കാൻ ഇപ്പൊ സർവത്തും സവാളോടെ റൊട്ടിയും കഴിച്ചിട്ടാ. പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ വിഷ്പ്. അപ്പോൾ ഒരു ചായയും കേക്കും പിന്നെ ഇറച്ചിപ്പത്തിരിയും കഴിച്ചിട്ടാ. അപ്പോഴാണ് പഴംപൊരി ബീഫ് 50 രൂപയ്ക്ക് ഈ കടയിൽ കിട്ടു തരുന്നത്. അപ്പോൾ തന്നെ അതും വാങ്ങി കഴിച്ചു. കൊള്ളാം നല്ല. പിന്നെ നമ്മൾ ഒരു ആവശ്യത്തിന് അക്ഷയ വന്നേക്കണ്ട. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നെഗമ്പട്ടി അന്വേഷിച്ച് സൂപ്പർ മാർക്കറ്റിൽ തിരയേണ്ട. അങ്ങനെ നമ്മുടെ 2 പരിപാടി വിജയിക്കാണ്ടായതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കേണ്ട. KGF നമ്മൾ ഡ്രിങ്കും പിന്നെ എഗ് പൊറോട്ട റോളും കഴിച്ചു. ഈ പരിപാടി മാത്രം പിന്നെ വിജയിക്കും. പാതിരാത്രി കാലം ഒരു സ്റ്റേഡിയത്തിൽ പോയി ഇറങ്ങിയിട്ട് പിന്നെ നേരെ വൈറ്റ് ലബിലോട്ട് വന്നേക്കുന്നു ഒരു ചായ കുടിക്കാൻ. അവിടുത്തെ ചായ കൊടുത്താൽ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ എത്തിയിട്ടാണ്. ഇവിടത്തെ ഒരു പയ്യൻ ബാറ്റും പിടിച്ചിരിക്കുന്നു. കുറച്ച് ദൈവന്മാർ അവനായിട്ട് കമ്പനി അടിച്ചെന്ന്. ശേഷകത്തേക്ക് അപ്പോഴത്തേക്ക് ദൈവന്മാർ മസാജ് മെഷീൻ എടുത്ത് മസാജ് തുടങ്ങി. ദൈവനാണ് ഇപ്പൊ വീണാനായിട്ടാ. ഇവനാണ് ഈ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു അവസരം പഴക്കാറില്ല. കുറച്ചു നേരം ഞാനും കൂടി കമ്പനിക്ക് സീൻ തന്നെ. ദൈവനാണ് മെസ്സി അല്ല ഹാസി ചെക്കൻ ചെഗ്ലിനുണ്ടല്ലേ സീൻ തന്നെ. എന്റെ അമിതമായ വ്ളോഗിങ് കാരണം കൊണ്ടാണെന്ന് അറിയില്ല. കുറച്ചു നേരം ആളുകൾക്ക് എന്നെ ശ്രദ്ധിച്ചു തുടങ്ങി.
ഈ ഇരിക്കണമെന്നാണ് മംഗലശ്ശേരി നീലകണ്ഠൻ. ഓ ഇതായി അർക്കൽ മാധവനുണ്ണിയോ. പിന്നെ ഇവിടെ വാശേരിയ കയറും ബോർഡ് പറഞ്ഞു അടിച്ചടിച്ച് കയറും ബോർഡിന്റെ പുറത്തേക്ക് വരെ കയറുവാണെങ്കിൽ ശേഷം ഫോറം മാളിലോട്ട് നടന്ന് കാലേച്ചപ്പോൾ ഞാൻ കുറച്ച് സ്ഥലത്ത് പോയിരുന്നു. അയ്യോ അസ്തഗ്ഫിറുല്ലാ. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം ഫുഡ് അടി. പലഹാര വിഭവങ്ങളുമായി നമ്മൾ ചെക്ക് ചെയ്താൽ വന്നിട്ടാ നല്ല ക്രിസ്പി ചിക്കൻ ബർഗറും ഒരു ടൊമാറ്റോ ജ്യൂസും പിന്നെ ഒരു ഡ്രിങ്ക്സും. ഔ കിടിലെ സാധനം. എന്തായാലും കിട്ടണ കാശിന് കുടിച്ചും വലിച്ചും കളയുന്നത് ഭേദം ഇങ്ങനെ വല്ലതും കഴിക്കുന്നതാണ്. കാരണം ഇത് കിട്ടാണ്ടായാലും ആരും തല്ലാനും കൊല്ലാനും നിൽക്കൂലേ. അങ്ങനെ ഈ നമ്മൾ ഇന്റേൺഷിപ്പ് ഒക്കെ നമ്മൾ ഇറങ്ങിയത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് പറയുന്ന നാനകരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം കേട്ടാ. ഇനി ഓരോരുത്തർ കമ്പനിയെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എനിക്കും കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. താങ്ക് യു സാർ. നല്ലൊരു ഇന്റേൺഷിപ്പായി ഞാൻ അത്ര കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. കോളേജിൽ പഠിച്ചോന്നല്ലേ ഇവിടെ മനസ്സിലായി. ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി. താങ്ക് യു. കാരണം കോളേജിൽ പഠിച്ചത് ഇവിടെ ശരിക്കുള്ള മനസ്സിലായത്. കോളേജിൽ വേറെ വന്നപ്പോ അതിനുള്ള ഐഡിയ കിട്ടി. എല്ലാവർക്കും സോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഫോട്ടോ ചെയ്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എവിടെ ചെന്നാലും കുറച്ചേരം കഴിയുമ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവസാനം കുടിക്കാനോ കഴിക്കാനോ പറ്റുന്ന സ്ഥലത്തെത്തും. എന്തായാലും പതിവ് നമ്മൾ തെറ്റിക്കാന്നില്ല. ഐശ്വര്യമായിട്ട് നമ്മൾ അണ്ണൻ്റെ നല്ല കീഴിലെ കുലുക്കി സർവത്ത് പഠിച്ചു. പിന്നെ നമ്മൾ വന്നതിന്റെ ഉദ്ദേശമായിട്ടുള്ള കളക്ഷൻ പിടിക്കുക, അല്ല പ്രകൃതി മനോഹാരിത ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു. കണ്ടില്ലേ ഇവൻ ബൈനോക്കുലറിലൂടെയാണ് ആസ്വദിക്കുന്നത്. പിന്നെ നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ നൈസായിട്ട് മാറ്റിയിട്ട് ആക്കണ്ട അവരും മാറ്റി. അതാണ് സ്ലോ മോഷനിലേക്ക് നടന്നു വരുന്നത്. പിന്നെ നമ്മൾ ചായ എവിടെ കാണിച്ചിട്ട് അങ്ങനെ ചായ പഠിച്ചിട്ട് നമ്മൾ നേരെ പഠിച്ചിട്ട് ജ്യൂസ് സ്ട്രീറ്റിലോട്ട്. കുറച്ചധികം നേരം വൈകുന്ന ഒരു സംശയം. എന്തായാലും ഇത്ര നേരം സ്ഥിതിക്ക് ഞങ്ങൾക്ക് വിമാനം കാണാൻ പുതിയ, അതുകൊണ്ട് നേരെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലോട്ട് വിട്ടു. അങ്ങനെ ലൊക്കേഷൻ എത്തിച്ചെന്നിറങ്ങിയപ്പോൾ തന്നെ അതേ പോകുന്ന ഒരു വിമാനം. നമ്മളെ ഫോണിൽ പിന്നെ ഐഫോണിന്റെ ക്ലാരിറ്റി ആയതുകൊണ്ട് എല്ലാം തന്നെ മനസ്സിലാവും. ഇതേ പറഞ്ഞ കൂടി വിട്ടാ എന്തായാലും ഉള്ളത് കൊണ്ട് വേണം പോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ ഒരു കോഫി ഷോപ്പിലോട്ട് ഇട്ട് അവിടെ നിന്ന് ഒരു കോഫിയും പഠിച്ചിരുന്നിട്ട് കുറച്ചേരം കഴിഞ്ഞപ്പോൾ എയർപോർട്ടിൽ കയറി അങ്ങ് വരികി. ഇവന് പിന്നെ തല ചായ്ക്കാൻ ഒരു ഇടം കിട്ടിയാൽ മതി, അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. അവിടുത്തെ വട്ട ആൾക്കാർ നമ്മളെ വെടിവെക്കുന്നതിന് മുമ്പ് നമ്മൾ സ്ഥലം വിട്ട് നേരെ എത്തിയതിനിട്ട് ഒരു പള്ളിയിലോട്ട് സുബഹി നിസ്കാരത്തിൽ നേരെ നിസ്കരിക്കണ്ടേ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് റൂമിലെത്തി നേരെ നാട്ടിലോട്ട് പോകണത്. അപ്പോൾ ഒരു വണ്ടി പഞ്ചറായി. അങ്ങനെ അത് ശരിയാക്കാൻ വേണ്ടി ഒരു 2.5 മണിക്കൂർ അങ്ങനെ പോയി. ഇവിടെ നിന്ന് ക്ഷീണിച്ച് വിഷന്ന് ഞങ്ങൾ നേരെ എത്തിപ്പെട്ടത് കൊച്ചിയിലേക്ക് ഉബാബയിലോട്ട്. ഇനി ഒരു വന്ധ്യാകം. നാളെ മുതൽ റമദാൻ മാസം തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തിന്നാളൊക്കെ ഇന്ന് തന്നെ തിന്ന് നിർത്തോളം. അങ്ങനെയാണല്ലോ. അപ്പോൾ ഓക്കെ ബൈ.